അടുത്ത ക്വസ്റ്റ്യൻ. The ratio of the income to the expenditure of a family is 19:13. If the family's expenses are 29,510, then find the savings of the family. ഒരു ഫാമിലിൻ്റെ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റേഷ്യോ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 19:13. എക്സ്പെൻസസ് എന്ന് പറയുന്നത് 29,510 അല്ലേ? അങ്ങനെയാണെങ്കിൽ സേവിങ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇൻകം 19ഉം എക്സ്പെൻസ് 13 ആണെങ്കിൽ സേവിങ്സ് എത്രയാണ് വരിക? 6 വരിക. 19 - 13 6 വരിക. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 13 പാർട്സാണ് എത്ര എന്ന് പറഞ്ഞിരിക്കുന്നത്? 29,510 എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 6 പാർട്സ് എത്രയായിരിക്കും? 29,510 ഡിവൈഡഡ് ബൈ 13 × 6 ആണ് വരിക. അപ്പം നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ 2270 കിട്ടും. 2270 × 6 എന്ന് പറയുന്നത് 13,620. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ 600 meters long train crosses a man walking in opposite direction in 20 seconds. If the speed of the train is 5 times to the speed of the man, then what is the speed of train? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 600 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ ഉണ്ട്. ഒരു ആള് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടന്നു വരുന്നുണ്ട് അല്ലേ? അപ്പോൾ 20 സെക്കൻഡോടാണ് ആ ആളിനെ ക്രോസ് ചെയ്തിട്ട് ആ ട്രെയിൻ പോകുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ആ മാനിൻ്റെ സ്പീഡിനേക്കാളും 5 ടൈംസ് ആണ്. അപ്പോൾ മാനിൻ്റെ സ്പീഡ് നമുക്ക് എങ്ങനെ എടുക്കാം? സ്പീഡ് ഓഫ് മാൻ എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സ്പീഡ് ഓഫ് ട്രെയിൻ എത്രയായിരിക്കും? 5x ആയിരിക്കും. ട്രെയിനിൻ്റെ ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? 600 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കണം. റിലേറ്റീവ് സ്പീഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂട്ടാൻ വേണ്ട. കാരണം ട്രെയിനും മാനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ എന്താണ്? x + 5x വരും. 6x എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇനി സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ബൈ ടൈമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 20 സെക്കൻഡ്സ് ടൈം തന്നിട്ടുണ്ട്. 20 സെക്കൻഡ്സ്. നമ്മളോട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബൈ ടൈം = സ്പീഡാണ്. അപ്പോൾ ഡിസ്റ്റൻസ് 600 ആണ്. ട്രെയിനിൻ്റെ ലെങ്ത്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്രോസ് ചെയ്ത് പോകുന്നത് 20. അതാണ് നമുക്ക് സ്പീഡ്. റിലേറ്റീവ് സ്പീഡ് എത്രയാണ് വരുന്നത്? 6x. ഇവിടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30/6. എക്സ് എന്ന് പറയുന്നത് 30/6 5 മീറ്റർ പെർ സെക്കൻഡ്. അതെന്താണ്? ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് മാൻ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ട്രെയിനിൻ്റെ സ്പീഡാണ്. ട്രെയിനിൻ്റെ സ്പീഡ് എന്താ വരിക? 5 × 5 25 മീറ്റർ പെർ സെക്കൻഡിലാണ് കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് എന്തിലേക്ക് മാറ്റണം? ഇവിടെ ഓപ്ഷനിൽ നോക്കുക, കിലോമീറ്റർ പെർ ഹവറിലാണുള്ളത്. അപ്പം 25 × കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 × 18 എന്ന് പറയുന്നത് 90 കിലോമീറ്റർ പെർ ഹവർ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ ഹൂസ് ബേസ് ഈസ് 5/7 ഓഫ് ഇറ്റ്സ് ഹൈറ്റ് ആൻഡ് ഹൂസ് ഏരിയ ഈസ് 18.207 സെൻറ്റിമീറ്റർ. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് ഹൈറ്റിൻ്റെ 5/7 ആണ്. അതായത് ബേസ് 5x ആയിട്ടും ഹൈറ്റ് 7x ആയിട്ടും ആണ് വരിക. അതായത് ബേസ് ടു ഹൈറ്റ് റേഷ്യോ എന്ന് പറയുന്നതാണ് എന്ത്? 5/7. അപ്പോൾ 5x-ഉം 7x ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മളോട് ഏരിയ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? ഏരിയ എന്ന് പറയുന്നത് 18.207 ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതാണ് നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 18.207 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഈ 18.207 ഞാൻ ആ പോയിന്റ് സ്ഥാനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1000 കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാണ്.
അപ്പം നമുക്ക് 18207 ഇൻറ്റു ഈ 2 എന്താ ചെയ്യും, അങ്ങോട്ടേക്ക് വരൂലേ, മേലേക്ക് വരൂലേ, ഡിവൈഡ് ബൈ ഈ 5ഉം 7ഉം എന്ത് ചെയ്യും, താഴേക്ക് വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 1000ഉം വരും. കാരണം എന്താണ്, മേലെയും താഴെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം താഴെ 1000ഉം വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടി കട്ട് ചെയ്തിട്ട് 2601 ഡിവൈഡ് ബൈ 2500 ഇതാണ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇങ്ങനെയാണെങ്കിൽ 2601ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്, എക്സ് ഇസ് ഈക്വൽ ടു 51/25 50. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 51/50 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞത് 7x അല്ലേ, 7 ഇൻറ്റു ഹൈറ്റ് ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു 51 ഡിവൈഡ് ബൈ 50 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആൻസർ എത്ര കിട്ടുക, 7.14. ഇത് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.14 ഓപ്ഷൻ 1 ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 0.5 സ്ക്വയർ പ്ലസ് 0.05 സ്ക്വയർ. ഇത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. 0.5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 5ൻ്റെ സ്ക്വയർ 25. അപ്പം 2 സ്ക്വയർ എന്ന് പറയുമ്പം 2 സ്ഥാനം പിറകിലേക്ക് വരും. പിന്നെ എന്താണ് 0.05ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 25ൻ്റെ 4 സ്ഥാനം. അതായത് ഇവിടെ 0.5 എന്ന് പറയുമ്പോൾ 2 സ്ഥാനം, പിന്നെ സ്ക്വയർ എന്ന് പറയുമ്പോൾ പിന്നെ 2 സ്ഥാനം. അപ്പം 4 സ്ഥാനം പിറകിലേക്ക് വരും. ഇതെല്ലാം കൂടി രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടും, 0.2525 ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ സെല്ലിംഗ് എ ബുക്ക് അറ്റ് 16/25 ഓഫ് ദി മാർക്ക്ഡ് പ്രൈസ് there is a loss. What will be the ratio of marked price and selling price of the book? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സെല്ലിംഗ് പ്രൈസ് ഒരു ആർട്ടിക്കിളിൻ്റെ ഒരു ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 16/25 മാർക്ക്ഡ് പ്രൈസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു ലോസ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്ക്ഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. മാർക്ക്ഡ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും, 25/16. 25:16 ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടിങ് ആനുവലി on a principal at a certain rate of interest for 2 years is rupees 12,000 and rupees 14,400 respectively. What is the principal? ഇവിടെ നമുക്ക് ഒരു പ്രിൻസിപ്പൽ ഒരു എമൗണ്ട് നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന് സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം നമുക്ക് 2 വർഷത്തേക്ക് 12,000 രൂപ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 14,400 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് റേറ്റ് കണ്ടുപിടിക്കണം ഇവിടെ. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 ഇയേഴ്സിലേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് എത്ര, 12,000 എന്ന് പറയുന്നത്. അപ്പം 1 ഇയറിലേക്ക് എത്രയാണ് വരിക, 6,000 ആയിരിക്കും വരിക അല്ലേ. 1 ഇയറിലേക്കുള്ള 6,000 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 6,000. ഓരോ കൊല്ലം സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ എങ്ങനെയാണ്, എല്ലാ കൊല്ലവും എന്താണ് ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ്, വ്യത്യാസം വരും. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 14,400 മൈനസ് 12,000 അതായത് എത്ര വരിക, 2,400. ഈ 2,400 6,000ൻ്റെ എത്ര ശതമാനമാണ്, അതാണ് റേറ്റ് വരിക. അപ്പോൾ R is equal to 2,400 divided by 6,000 ഇൻറ്റു 100. ഇത്രയാണ് നമുക്ക് റേറ്റ് വരിക. അപ്പം 40% നമുക്ക് റേറ്റ് കിട്ടുന്നത്.
റേറ്റ് അല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ടാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരമുള്ള ഇക്വേഷൻ അറിയാം. എങ്ങനെയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു PNR/100 അല്ലേ? അപ്പം 12,000 ഇസ് ഈക്വൽ ടു P ഇൻറ്റു 2 ഇയേഴ്സിലേക്കാണ് ഇൻറ്റു 40/100. P ഇൻറ്റു 2 ഇൻറ്റു 40/100. P ഈസ് ഈക്വൽ ടു എന്താ വരിക? 3000 3000 ഇൻറ്റു 5 എന്നാണ് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടുക. 15,000. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരിക. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റും ഒരു കൊല്ലത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. അതിനുശേഷം രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ആ ഡിഫറൻസ് ഈ സിമ്പിൾ 1 ഇയറിലേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റിന് എത്ര ശതമാനമാണ്, അതാണ് റേറ്റ് വരുന്നത്. അപ്പോൾ റേറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്താണ് ആ ഇക്വേഷനിൽ ഡയറക്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് 2024 ഫെബ്രുവരി 21 നടന്ന SSC GD എക്സാമിൻ്റെ ഷിഫ്റ്റ് 1 മാത്തമാറ്റിക്സ് പാർട്സിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.